ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ തവണത്തെയും പോലെ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് വീഡിയോ അല്ല ഇത്. ഇന്നൊരു മൂവിയെ പറ്റി റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അതും സാധാരണ എല്ലാവരും ചെയ്യുന്ന മൂവി റിവ്യൂവിൽ നിന്ന് ഒരല്പം വ്യത്യസ്തമായിട്ട് മൂവിയുടെ ടെക്നിക്കൽ കണ്ടന്റിനെ ഒന്ന് അനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ സിനിമ മറ്റൊന്നുമല്ല, പേട്രിയറ്റ് തന്നെ. അങ്ങനെ നീണ്ട 13 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ മെഗാസ്റ്റാറുകളായിട്ടുള്ള ലാലേട്ടനെയും മമ്മൂക്കയും മഹേഷ് നാരായണൻ പേട്രിയറ്റിലൂടെ ഒന്നിപ്പിച്ചപ്പോൾ നമ്മൾ പ്രേക്ഷകരെല്ലാം വളരെയധികം എക്സൈറ്റഡ് ആയിട്ടാണ് തിയേറ്ററിൽ ഓടിക്കേറിയത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആദ്യ ദിനം തന്നെ വമ്പൻ ഹിറ്റാവും, അല്ലെങ്കിൽ എന്താ പറയുന്ന ബോക്സ് ഓഫീസ് ത്രില്ലറാന്നൊക്കെ വിചാരിച്ച് നമ്മൾ പോയി കണ്ട പടം കണ്ടു കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ വെറും ഒരു സാധാരണ ഒരു പടം, ഒരു തവണ മാത്രം പോയി കാണാൻ പറ്റുന്ന പടം എന്ന രീതിയിലേക്ക് അത് വിലയിരുത്തി. എന്താണെന്നറിയില്ല, ഇത്രയധികം ഹൈപ്പും ഹോപ്പൊക്കെ കൊടുത്ത് ഒരു ജീവൻ വെപ്പിച്ച പടം തിയേറ്ററിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാനും പോയി കണ്ടു പേട്രിയറ്റ്. പക്ഷേ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ അതൊരു മോശം പടം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ, സത്യസന്ധമായിട്ട് പറയാം. സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ തന്നെ നമ്മുടെ ഈ മമ്മൂക്ക ഗവൺമെൻറ്റിൻ്റെ നല്ല ഒരു ശാസ്ത്ര ഉപദേഷ്ടാവെന്നുള്ള രീതിയിൽ അടിപൊളിയായിട്ട് തിളങ്ങിയിട്ടുണ്ട്, അത് പറയാതെ വയ്യ. എന്നാൽ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ്റെ രംഗപ്രവേശനം ഏവരെയും പുളകം കൊള്ളിക്കുന്നതും ആവേശഭരിതമാക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളെപ്പോലുള്ള ആരാധകർ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ ആ ഒരു പ്രൗഢിയോ ആടുതോമയുടെ പവറോ അല്ലെങ്കിൽ ജോർജ് കുട്ടിയുടെ വളരെ തന്ത്രപരമായിട്ടുള്ള മൂവ്മെൻറ്റോ ഒക്കെ പ്രതീക്ഷിച്ചാണ് അവിടെ ഇരുന്നത്. ലാലേട്ടൻ്റെ സ്ഥിരമായിട്ടുള്ള പഞ്ച് ഡയലോഗുകളോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ രംഗങ്ങളോ കാണാൻ കൊതിച്ച നമ്മൾ അങ്ങനെ കാണാതെ നിരാശയുടെ പടുകുഴിയിലെത്തി നിൽക്കുമ്പോഴാണ് എവിടെന്നോ വന്ന കുറേ ഗുണ്ടകൾ, അതും വില്ലനല്ലാത്ത കുറേ ഗുണ്ടകൾ വന്നിട്ട് ലാലേട്ടനെ അതിക്രൂരമായിട്ട് മർദ്ദിക്കേണ്ട നമുക്ക് കാണേണ്ടി വരുന്നത്. ആ ഒരു രംഗം ഏതൊരു ആരാധകനും വളരെയധികം വെറുപ്പ് നിരാശയുണ്ടാക്കുന്ന ഒന്നാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി നമ്മൾ ഈ സിനിമയെ കഥാപാത്രത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് കാണുന്നതിന് പകരം അതിൻ്റെ കണ്ടന്റ് എന്താണ്, അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്തെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബി ഫ്രാങ്ക്, എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ നല്ല താല്പര്യമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണിത്, അത് പറയാതെ വയ്യ. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, വളരെ ഇൻഡെപ്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രത്യേകിച്ച് ടെക്നിക്കൽ ടേംസ് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു സാധാരണക്കാരന് അത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അതാണ് നമുക്ക് പലപ്പോഴും അവിടെ ഒരു ലാഗായിട്ടോ അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഇല്ലാത്തതായിട്ടോ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സിനിമയുടെ ടെക്നിക്കലായിട്ടുള്ള വശങ്ങൾ വളരെ വിശദമായിട്ടും എന്നാൽ അതുപോലെ ലളിതമായിട്ടും ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നടി രേവതി ചില സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഫോൺ റിമോട്ടായിട്ടുള്ള ഏതോ ഒരു സ്ഥലത്ത് നിന്ന് വീക്ഷിക്കുന്നുണ്ടെന്നും അതിലെ പല കണ്ടൻറ്റുകളും ആക്സസ് ചെയ്യുന്നുണ്ടെന്നൊക്കെയുള്ള സംശയം അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ പെരിസ്കോപ്പ് എന്ന ചായ സോഫ്റ്റ്വെയറിൻ്റെ ഒരു സൂചന നമുക്ക് കിട്ടുന്നുണ്ട്. അതിനുശേഷം അവർ മമ്മൂക്കയോട് പറയുന്നുണ്ട്, എൻ്റെ ഫോൺ സമയം കിട്ടുമ്പോൾ ഒന്ന് പരിശോധിക്കണം, വല്ലാണ്ട് ചൂടാവുന്നുണ്ട്, ബാറ്ററി ഡ്രെയിൻ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഫോണിൽ ഏതോ സ്പൈവെയർ കടന്നുകൂടിയിട്ടുണ്ട്, അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു പേര് അവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, പെരിസ്കോപ്പ്. ഈ പെരിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? നമ്മൾ പണ്ട് ഈ അന്തർവാഹിനികളിലൊക്കെ പുറമേലത്തെ കാഴ്ചകൾ കാണാനും മിലിറ്ററി ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഒപ്റ്റിക്കൽ ഉപകരണമാണ് പെരിസ്കോപ്പ്. പ്രത്യേക രീതിയിൽ പ്രിസങ്ങൾ അല്ലെങ്കിൽ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് താഴത്തെ ബ്ലൈൻഡ് സൈറ്റ് ആണെങ്കിലും നമുക്ക് മുകളിലത്തെ വശം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്വകാര്യതയെ ദൂരെ നിന്ന് വീക്ഷിക്കാനുള്ള ഒരു ഉപാധി എന്ന രീതിയിലാണ് പെരിസ്കോപ്പ് ഇതിനകത്ത് അവതരിക്കപ്പെടുന്നത്. ഇനിയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം, സിനിമയിൽ പറയുന്ന പെരിസ്കോപ്പ് എന്ന് പറയുന്ന സ്പൈ സോഫ്റ്റ്വെയറിനോട് വളരെയധികം സാമ്യമുള്ള ഒരു സോഫ്റ്റ്വെയർ ഇസ്രയേൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് പെഗാസസ്. ഒരുപക്ഷെ ഈ ഒരു ചായ സോഫ്റ്റ്വെയറിനെ പറ്റി ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ത്യ ഗവൺമെൻറ് ഇത്തരം സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടെന്നും അതുവഴി പൗരന്മാരുടെയും വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള സെലിബ്രിറ്റികളുടെയും വ്യവസായ പ്രമുഖരുടെയൊക്കെ ഡേറ്റ ചോർത്തുന്നുണ്ടെന്നുള്ള ഒരു വിവരം ഈയിടെ വലിയൊരു വിവാദമായിരുന്നു. ഏതാണ്ട് ഇതേ പ്രമേയത്തിൽ തന്നെയാണ് ഈ സിനിമയുടെ പശ്ചാത്തലവും ഒരുക്കിയിട്ടുള്ളത്. വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ കൂട്ടുപിടിച്ച് ഗവൺമെൻറ് അവരുടെ സിസ്റ്റത്തിൽ തന്നെ ഉള്ള ആൾക്കാരുടെയും ഇന്ത്യയിലെ ഒരു സാധാരണ പൗരൻ്റെയും സ്വകാര്യ വിവരങ്ങൾ എങ്ങനെയാണ് ചോർത്തുന്നതെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്തിൽ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മുടെ മമ്മൂക്ക പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഉന്നത തലത്തിലുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഡേറ്റ വരെ ചോരുന്നു. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? തീർച്ചയായിട്ടും ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ മുന്നിലും കിടപ്പുണ്ട്. ശക്തി സൊല്യൂഷൻസ് എന്ന് പറയുന്ന വൻകിട കോർപ്പറേറ്റിൻ്റെ അമരത്തിരിക്കുന്ന ഫഹദ് ഫാസിലും അദ്ദേഹത്തിൻ്റെ പിതാവും കാണിച്ചു കൂട്ടുന്ന ഓരോ നെറികേടും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളെല്ലാം സിനിമയിൽ വളരെ ക്ലിയറായിട്ട് തന്നെ അത് കാണിച്ചു തന്നിട്ടുണ്ട്. വൻകിട കോർപ്പറേറ്റിനുള്ളിലെ പ്രഷർ എന്താണെന്നുള്ളതും സിനിമയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും.
ഈ ഒരു സിനിമയിൽ മൊബൈൽ ഫോൺ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നത്. ഒരു സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ലാപ്ടോപ്പ്, അവരറിയാതെ തന്നെ അവരുടെ സ്വകാര്യ ഡേറ്റകൾ, പ്രത്യേകിച്ച് ഫോട്ടോസ്, വീഡിയോസ് എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളതും അതെങ്ങനെയാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നതെന്നൊക്കെയുള്ളത് ക്ലിയർ ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. നമ്മുടെ സ്വകാര്യ ഡേറ്റ കൊണ്ട് ലാഭം കൊയ്യുന്ന കോർപ്പറേറ്റ് കമ്പനികളെ പറ്റിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ വാട്സപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുമ്പോൾ എവിടെ നിന്നാണ് ഇവർക്ക് ഇത്ര ലാഭം കിട്ടുന്നത്? അല്ലെങ്കിൽ ഇത്രയും മൾട്ടി മില്യൺ കോർപ്പറേറ്റ് കമ്പനികൾ നിലനിന്ന് പോകാനുള്ള ലാഭം നിങ്ങളുടെ കയ്യിൽ നിന്നല്ലേ പേയ്മെൻ്റ് ആയിട്ട് മേടിക്കണം. അതില്ലാതെ എങ്ങനെ ഈ സൗജന്യ സേവനം നൽകാൻ സാധിക്കുന്നു? അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, നമ്മുടെ ഡേറ്റ തന്നെ. നമ്മൾ വിചാരിക്കും നമ്മുടെ ഡേറ്റ സേഫാണ് അല്ലെങ്കിൽ ഒരിടത്ത് ഇരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ട്രെയിനിങ്ങിന്, പ്രത്യേകിച്ച് AI ഡേറ്റ ട്രെയിൻ ചെയ്യിക്കാനും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു കേരളത്തനിമയുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ കൃത്യമായിട്ട് അതേ രീതിയിൽ അതേ ഫ്രെയിമിൽ ചെയ്ത് തന്നെ അതിനൊരു ഡേറ്റാബേസ് വേണം. അല്ലെങ്കിൽ നമുക്കൊരു മോഡൽ, ഒരു റെഫറൻസിന് വേണ്ടി ഒരു മോഡലെങ്കിലും അവിടെ വേണം. അപ്പോൾ ഇതിനെല്ലാം സത്യം പറഞ്ഞാൽ ഈ കമ്പനികൾ നമ്മുടെ ഡേറ്റകൾ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ മുണ്ടൊക്കെ മടക്കി കുത്തി ഒരു കേരള സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ എടുത്ത് ടാഗ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ AI നമ്മൾ പഠിപ്പിക്കുകയാണ്. കേരള സ്റ്റൈലിന് അടിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു ഡേറ്റയെ റെഫർ ചെയ്തിട്ട് വേണം പുതിയൊരു ചിത്രം ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഫേസ് കട്ടുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അപ്പിയറൻസോ അതിനകത്ത് വരത്തില്ല, പക്ഷേ നമ്മുടെ ഡേറ്റ അവിടെ എടുക്കുന്നുണ്ട് ഒരു ട്രെയിനിങ്ങിന് വേണ്ടി. അത് പ്രത്യേകം അവർ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയുന്നുമുണ്ട്. അപ്പോൾ ലീഗലി നമുക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തിട്ടാണ്, അത് എഗ്രിമെൻ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒരു പക്ഷേ നമ്മൾ രാജ്യത്ത് ടിക്ടോക്ക് പോലുള്ള ആപ്ലിക്കേഷൻസ് നിരോധിക്കാൻ കാര്യം ഈ ഒരു ഡേറ്റ വിദേശത്തേക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള സോഴ്സിലേക്ക് പോകുന്നുണ്ടെന്നുള്ള ഒരു വിചാരത്തിലായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഈ സൈബർ എത്തിക്സ് ഒക്കെ കൃത്യമായിട്ട് പാലിച്ചു പോകുന്ന കമ്പനികൾ അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ സ്വകാര്യത മാനിക്കുന്ന രീതിയിലാണ് പോകുന്നതെങ്കിൽ അതൊരു കുഴപ്പമുള്ള കാര്യമല്ല. നമുക്ക് ഫ്യൂച്ചറിൽ ഒത്തിരി ഇൻപുട്സ് നമുക്ക് കൊടുക്കുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടാനുള്ളൊരു റിസോഴ്സ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. അതിൽ തർക്കമില്ല, അത് നല്ലൊരു കാര്യം തന്നെ. പക്ഷേ ഇവിടെ അത് ദുരുപയോഗം ചെയ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ഫോണിൽ കടന്നു കയറി സ്വകാര്യ വിവരങ്ങൾ ചോർത്താനും ആ ചോർത്തിയ ഡേറ്റ മറ്റൊരു സെർവറിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സെൻറ്ററിൽ നിന്ന് വീക്ഷിക്കാനും സാധിക്കുന്ന ചില സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ സ്പൈ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ചാര സോഫ്റ്റ്വെയർ എന്ന് പൊതുവെ പറയാറുള്ളത്. ഇനി ഈ ചാര സോഫ്റ്റ്വെയർ നമ്മുടെ ഈ ഫോണിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന ചില സൂചനകളുണ്ട്. അതിൽ ഒന്നാമത്തെ സൂചന നമ്മുടെ സിനിമയിൽ പറയുന്ന പോലെ തന്നെയാണ്, എൻ്റെ ബാറ്ററി വേഗം തീർന്നു പോകുന്നു എന്ന് പറഞ്ഞ് അതിനകത്ത് പല രംഗങ്ങളിലും കാണിച്ചിട്ടുണ്ട്, ചാർജ് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അത് തന്നെയാണ്. ഫോൺ നമ്മൾ ലോക്ക് ചെയ്ത ഒരു സ്ഥലത്ത് മാറ്റി വെച്ചേക്കുവാണെങ്കിൽ കൂടി വളരെയധികം പ്രോസസ്സിങ് അതിനകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ബാക്ക്ഗ്രൗണ്ട് സർവീസ് എന്ന് പറയും. അതായത് ഫോണിൽ അത്യാവശ്യം വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മെമ്മറിക്കകത്ത്, റാമിനകത്തുണ്ട്. അതുകൂടാതെ തന്നെ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ നമുക്ക് അത്ര പരിചയമില്ലാത്ത എന്തോ ഒന്ന് അതിനകത്ത് നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ മൈക്രോഫോണ്, ക്യാമറകൾ അല്ലെങ്കിൽ അതിനകത്തെ സെൻസറുകൾ, ഇതെല്ലാം ആക്സസ് ചെയ്ത് അതിൽ നിന്നുള്ള ഡേറ്റ എടുത്ത് പ്രോസസ്സ് ചെയ്ത് വേറൊരു സെർവറിലേക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ ഇത് നടക്കുമ്പോൾ തീർച്ചയായിട്ടും മൊബൈൽ ഫോണിനകത്ത് RF സെക്ഷൻ എനേബിൾ ആയിരിക്കും. ഫോണിനകത്ത് മൈക്രോഫോണ്, സെൻസറുകൾ, ഇതിനെല്ലാം പവർ നല്ല രീതിയിൽ ബാറ്ററിയിൽ നിന്ന് ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആവുകയും ഓവർ ഹീറ്റ് ആവുകയും, അതായത് ഒരു ആക്ടിവിറ്റിയും ചെയ്യാതിരിക്കുമ്പോഴും ഓവർ ഹീറ്റ് ആവുന്ന ഒരു ഫസ്റ്റ് ലക്ഷണം തന്നെയാണ്. ഇനി രണ്ടാമത്തെ ലക്ഷണമാണ് ഡേറ്റ കണ്ടമാനം യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഇത് പ്രിവെൻറ്റ് ചെയ്യാനാണ് ഈ പറയുന്ന ഫോൺ എടുത്ത് മൈക്രോവേവ് ഓവനിൽ വെക്കുന്ന ഒരു സീൻ അതിനകത്തുണ്ട്. ഈ മൈക്രോവേവ് ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫാരഡേ ഷീൽഡായിട്ട് വർക്ക് ചെയ്യും, പുറമേലേക്ക് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാരം സോഫ്റ്റ്വെയറിന് ട്രാൻസ്മിറ്റ് ചെയ്താലും അത് ടവറിലേക്ക് എത്തിക്കാൻ സാധിക്കത്തില്ല. അതായത് നമ്മുടെ ഫോണിൽ എപ്പം നമ്മൾ നെറ്റ് ഓണാക്കിയാലും തീർച്ചയായിട്ടും ആ നെറ്റ് ഓണാക്കുന്ന സമയത്ത് ഈ സോഫ്റ്റ്വെയർ അതിനകത്ത് കോഡ് ചെയ്തിട്ടുണ്ട്, നെറ്റ് കണക്ടിവിറ്റി ഉണ്ടോ എന്നിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ലൂപ്പ് പോലെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എപ്പോൾ നെറ്റ് കണക്ടിവിറ്റി കിട്ടുന്നോ അത് ആ ഒരു കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ ആക്സസ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കും. അങ്ങനെയാണ് നമ്മുടെ ടവറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, കുറേ നേരം നെറ്റ് ഓഫ് ആക്കിയിട്ടിട്ട് പെട്ടെന്ന് നിങ്ങൾ നെറ്റ് ഓൺ ആക്കുമ്പോഴേക്കും ഫോൺ കുറച്ചൊന്ന് സ്റ്റക്കാവും. കാരണം എല്ലാ ആപ്ലിക്കേഷനും കൂടെ ചവർ പോലെ ഡേറ്റ അങ്ങോട്ട് അയക്കാൻ തുടങ്ങും. അപ്പം ഇത് നമ്മൾ സാധാരണഗതിയിൽ ഒരു സർജ്, ഒരു പീക്ക് സർജ് അവിടെ ഉണ്ടാവാറുണ്ട്. പക്ഷേ വെറുതെ ഇരിക്കുമ്പോഴും ഈ സർജ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ അതിനർത്ഥം എന്താ, ഡേറ്റ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നല്ലേ. അതാണ് രണ്ടാമത്തെ ലക്ഷണം. ഇനി മൂന്നാമത്തെയാണ് ലാഗ് അടിക്കുക, അല്ലെങ്കിൽ ഫോൺ വല്ലാണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്ന രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ എടുക്കാൻ പറ്റാതാകുക. കാരണം എന്താ, ബാക്ക്ഗ്രൗണ്ടിൽ ഓൾറെഡി മെമ്മറിയിൽ പറയുന്ന സാധനങ്ങളെല്ലാം കുമിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ സ്പേസ് അവിടെ വരുന്നില്ല, അതുകൊണ്ടാണ് ലാഗ് അടിക്കുന്നത്. അപ്പോൾ അതും ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണാം. പിന്നെയുള്ള മറ്റൊരു ലക്ഷണമാണ് ഫോൺ റീസ്റ്റാർട്ട് ആകുക.
അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റീസ്റ്റാർട്ടിങ്, അതായത് പ്രത്യേകിച്ച് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ എടുക്കാതെയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുത്ത് പകുതിക്ക് വെച്ച് റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ മെമ്മറി ഓവർഫ്ലോ, അല്ലെങ്കിൽ പ്രൊസസ്സറിൽ അതിനകത്ത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇൻഫർമേഷൻസ് കൊടുക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഒരുപക്ഷെ അത് റീസ്റ്റാർട്ട് ആവും. അല്ലെങ്കിൽ ഹാർഡ്വെയർ ലെവലിൽ തന്നെ ഒരു ഇൻട്രപ്റ്റ്സ്, അതായത് ഒരിക്കലും നമുക്ക് നടക്കാൻ പറ്റാത്ത ചില ഇൻട്രപ്റ്റുകൾ നമുക്ക് ഹാർഡ്വെയർ ലെവലിലോ സോഫ്റ്റ്വെയർ ലെവലിലോ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അത് ക്രാഷ് ആവും. അപ്പോൾ ക്രാഷ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് റീസ്റ്റാർട്ട് ആവും. അപ്പോൾ അതും ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി ഇതുകൊണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഫോണിൽ നമ്മൾ പല തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്തെല്ലാം പാസ്വേഡുകളൊക്കെ സേവ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ സേവ് പാസ്വേഡ് എന്ന് കൊടുത്ത് നോർമലായിട്ട് അങ്ങ് നമ്മുടെ എളുപ്പത്തിൽ ഞങ്ങൾ സേവ് ചെയ്തിടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഇതിനകത്ത് ഈ മെമ്മറി റെസിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ സ്പൈവെയറിന് ആക്സസ് ചെയ്യാൻ സാധിക്കും. അത് വലിയൊരു പ്രോബ്ലം തന്നെയാണ്. പിന്നെ നമ്മൾ ഈ പേയ്മെൻറ്റ് നടത്തുന്ന ഗേറ്റ് വേകൾ, ഇതിനകത്തൊക്കെ നമ്മുടെ ആ ഒരു സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു റാമിനകത്ത് ഈ പറയുന്ന ഡേറ്റ ബൈനറിയിൽ കിടപ്പുണ്ടായിരിക്കും. ഒരുപക്ഷെ അത്രയും ശക്തമായിട്ടുള്ള ഒരു സ്പൈവെയർ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഈ ഡേറ്റ എടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുതന്നെയാണ് ഇത്തരം സ്പൈവെയറുകൾ കയറിയാലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ടുള്ളത്. അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ്. നമുക്കറിയാം, നമ്മുടെ ഫോണിൽ മൈക്രോഫോണുണ്ട്, ക്യാമറകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് പെർമിഷൻ എനേബിൾ ആയെങ്കിൽ മാത്രമേ അതിൽ നിന്നുള്ള ഡേറ്റ എടുക്കത്തുള്ളൂ. നമ്മൾ മിക്കപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, അതായത് അലോ മൈക്ക്, അലോ ക്യാമറ. പുതിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് ഈ പറയുന്ന സെക്യൂരിറ്റി എല്ലാം ബൈപ്പാസ് ചെയ്യാൻ കെൽപ്പുള്ളതാണ് നമ്മുടെ ഈ സ്പൈവെയറുകൾ. ഇപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നാം, നമ്മുടെ ആൻഡ്രോയിഡ് ആണെങ്കിലും ഐഫോൺ ആണെങ്കിലും വളരെയധികം സെക്യൂരിറ്റി ഫീച്ചറുണ്ട്. നമ്മളെങ്ങാനും അബദ്ധത്തിൽ പോലും നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ അല്ലാത്ത ഒരു ആപ്ലിക്കേഷൻ എടുക്കുവാണെങ്കിൽ നമ്മളോട് ചോദിക്കാറുണ്ട്, ഈ ഒരു ആപ്പ് ഹാംഫുൾ ആണ്, ഇൻസ്റ്റാൾ ചെയ്യണോ? അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ചില കാര്യങ്ങൾ, മൈക്രോഫോൺ ആയിക്കോട്ടെ, നമ്മുടെ ക്യാമറ ആയിക്കോട്ടെ, ഇത് അലോ ചെയ്യണോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് ബൈപ്പാസ് ചെയ്യുക? അതറിയണമെന്നുണ്ടെങ്കിൽ റൂട്ട് എന്താണെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഒരു മരത്തിൻ്റെ റൂട്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മരത്തിൻ്റെ വേരുകൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കോർ ഭാഗം എന്ന് പറയുന്ന മണ്ണിൻ്റെ അടിയിലായിരിക്കും. അവിടെ നിന്ന് എടുക്കുന്ന വെള്ളവും വളവും ഉപയോഗിച്ചിട്ടാണ് മരം വളരുന്നത്. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ എടുക്കുവാണെങ്കിൽ അതിൻ്റെ റൂട്ടാണ് അതിൻ്റെ ലീഫിനെയും ഫ്രൂട്ട്സിനെയും ഒക്കെ നിയന്ത്രിക്കുന്നത്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, നിങ്ങളൊരു വീട് വാടകയ്ക്ക് എടുക്കുക എന്ന് സങ്കല്പിക്കുക. ആ വീട്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ തൂക്കാം, കട്ടിലിടാം, ഫർണിച്ചർ ഇടാം. ഇതൊക്കെ ഒരു ആപ്ലിക്കേഷനായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. എന്നാൽ വീട്ടിലെ വയറിങ് മോഡിഫൈ ചെയ്യാനോ ഭിത്തി പൊളിക്കാനോ നിങ്ങൾക്ക് അനുവാദം ഉണ്ടാകത്തില്ല. അത് നിയന്ത്രിക്കുന്ന ആരാണ്? ആ വീടിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററാണ്. അപ്പോൾ ആ ഒരു അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് മറ്റൊരാൾ തട്ടിയെടുക്കുക, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ അവിടെ നിന്ന് പോയെന്ന് വിചാരിച്ചോ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആപ്പുകൾക്ക് തന്നെ മറ്റ് ആപ്പിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് വരും. അപ്പോൾ ഇത്രയും കാര്യം ഞാൻ പറയുമ്പോഴും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നാവുന്ന സംശയമാണ്, വളരെയധികം സെക്യൂരിറ്റി അല്ലെങ്കിൽ അത്രയും കോടികൾ മുടക്കി പുറത്തിറക്കുന്ന ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOS പ്ലാറ്റ്ഫോമിനകത്തൊക്കെ എങ്ങനെ ഇതിനകത്തേക്ക് കൃത്യമായിട്ട് നുഴഞ്ഞു കയറാൻ പറ്റും? അതിനാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ലൂപ്പ് ഹോളുകൾ എന്ന് പറയുന്നത്. ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിക്കോട്ടെ, ഏതൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എന്തൊരു സംഗതി ആയിക്കോട്ടെ, അത് ഒരാൾ മാത്രം ഡെവലപ്പ് ചെയ്യുന്നതല്ല, ഒത്തിരി ആൾക്കാർ കൂടി നിന്ന് ടീമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതിലെന്തെങ്കിലും ഒരു ലൂപ്പ് ഹോള് കാണാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഓരോ തവണ ഒരു ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പുറത്തിറക്കുമ്പോൾ ചിലപ്പോൾ നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യമായിരിക്കും അതിൻ്റെ ആ ലൂപ്പ് ഹോളായിട്ട് മാറുന്നത്. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, യൂസർ നെയിമും പാസ്വേഡും അടിച്ച് എൻ്റർ അടിക്കുമ്പോഴേക്കും നമുക്ക് കയറാൻ പറ്റും. എന്നാൽ അതിലേക്ക് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ID, അതായത് MG യൂസർ ആൻഡ് MG പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ കയറുന്നത് നിങ്ങൾക്കറിയാമോ? പണ്ട് വിൻഡോസിനകത്തൊക്കെ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കണ്ടെത്തുന്നതും യാദൃച്ഛികമായിട്ടാണ്. നമ്മൾ സാറിന് യൂസർ നെയിം ചോദിക്കുമ്പോൾ യൂസർ നെയിം അടിക്കും, പാസ്വേഡ് അടിക്കും, എൻ്റർ അടിക്കും. ഇനി യൂസർ നെയിം തെറ്റാണെങ്കിൽ നമ്മൾ ബ്ലാങ്ക് അടിക്കാൻ നിൽക്കത്തില്ല. പക്ഷേ ആരെങ്കിലും ഒരാൾ ബ്ലാങ്ക് അടിച്ചാൽ അതൊരു ലൂപ്പ് ഹോളായില്ലേ? അതുപോലെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ സിമ്പിളായിട്ടുള്ള ലൂപ്പ് ഹോളാണ്. ഇതിലോ വളരെയധികം കോംപ്ലക്സിറ്റി ഉള്ള ലൂപ്പ് ഹോൾ. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുന്ന ബട്ടൻ്റെ അവിടെ തൊട്ട് താഴത്ത് ഹെൽപ്പ്, ആ ഹെൽപ്പിൽ പോയിട്ട് വേണമെങ്കിൽ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിനിസ്ട്രേറ്റർ ഫോൾഡറിൽ കയറാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുമ്പം അതിൻ്റെ പല ഫേസിലും ഇതുപോലുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ പുറവശം തുറന്നിട്ടിട്ട് മുൻവശം താഴിട്ട് പൂട്ടിയിട്ടും കാര്യമില്ല. അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെയാണ് വീടിൻ്റെ പ്രധാനപ്പെട്ട ഡോറുകൾ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആ കോറായിട്ടുള്ള പാർട്ടുകൾ സാധാരണഗതിയിൽ റൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ യൂസറിന് അത് മോഡിഫൈ ചെയ്യാൻ അനുവാദമില്ലാത്തത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ മൊബൈൽ ഫോണിൽ മെമ്മറി കാർഡ് ഒരു 128 മെമ്മറി കാർഡല്ല, ഇപ്പോൾ എല്ലാം നമുക്ക് ഇൻബിൽട്ട് മെമ്മറി ആണല്ലോ. അപ്പോൾ ആ മെമ്മറി, ഇൻറ്റേർണൽ മെമ്മറി 128 GB ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് 128 കിട്ടത്തില്ല. അതിൻ്റെ കുറച്ച് ഭാഗം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുക്കും.
അപ്പോൾ ഈ OS എടുത്തേക്കുന്ന ഭാഗത്ത് കൃത്യമായിട്ടുള്ള അതിൻ്റെ ബൂട്ട് ലോഡർ അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കമാൻഡുകൾ ഇതെല്ലാം വളരെ പ്രിസർവായിട്ട് സേവ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അതിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു വൾനറബിലിറ്റി കൃത്യമായിട്ട് ഹാക്കർക്ക് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അതുപോലെ തലയിലുള്ള ഒരാൾക്കാണ് അത് കണ്ടുപിടിക്കാൻ സാധിക്കുക. പക്ഷേ ഇന്നത്തെ കാലത്ത് ഗൂഗിൾ ജെമിനി അല്ലെങ്കിൽ ChatGPT അല്ലെങ്കിൽ ക്ലോഡ് പോലുള്ള ആപ്ലിക്കേഷനകത്ത് വളരെ സിമ്പിളായിട്ട് തന്നെ സിസ്റ്റത്തിൻ്റെ വൾനറബിലിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന കോഡുകൾ അടിച്ച് ജനറേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഒരു പരിധി വരെ AI അത് ഡിറ്റക്റ്റ് ചെയ്ത് തടയുമെങ്കിലും ചില സൂത്രപ്പണികൾ ഒപ്പിച്ച് അതെടുക്കുന്ന വിധന്മാരുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് സിസ്റ്റം സെക്യൂരിറ്റി ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്താ പറയുന്നത്, കൃത്യമായിട്ടുള്ള ഇങ്ങനത്തെ ത്രെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് തടയാനുള്ളൊരു മാർഗം നമ്മുടെ മുന്നിലില്ല. ചിലപ്പം മില്യൺസ് ഓഫ് ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ ആ ഫോണിൽ നിന്ന് വരുന്ന ക്രാഷ് റിപ്പോർട്ടുകൾ ഇതെല്ലാം കൃത്യമായിട്ട് കമ്പനിക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ കമ്പനി ചെന്ന് കഴിഞ്ഞാൽ അവരെന്താ നോക്കുന്നത്, സാധാരണ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ കാണാത്ത ചില പോരായ്മകൾ ഒരു യൂസർ യൂസ് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കേസ് അതുപോലത്തെ കേസുകൾ ചിലപ്പോൾ ഇവിടെ കണ്ടെന്ന് വരാം. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മുടെ ഈ ഡെവലപ്പർമാർ അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ളൊരു എക്സാക്റ്റ് സൊല്യൂഷൻ അവിടെ കണ്ടെത്തും. അപ്പോൾ അങ്ങനെയാണ് അത് ഫിക്സ് ചെയ്തിട്ട് പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് പുറത്തിറങ്ങുന്നത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കമ്പനികളുടെ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. അതായത് ഫോണിൽ പരമാവധി എന്താ പറയുന്നത് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ ക്യാമറയുടെ ഒക്കെ ക്വാളിറ്റി ഡീഗ്രേഡ് ചെയ്യിപ്പിക്കുന്ന പരിപാടികളുണ്ട്. പുതിയ ഫോൺ മേടിക്കാൻ പ്രേരിപ്പിക്കാറുമുണ്ട്. അതൊരു വ്യാവസായിക തന്ത്രം തന്നെ. അതോടൊപ്പം തന്നെ സെക്യൂരിറ്റിയുടെ കാര്യം കൂടെ വരുമ്പോഴേക്കും യൂസർ നിർബന്ധിതമായി പോവുകയാണ് അപ്ഡേറ്റ് ചെയ്യാൻ. ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്യുമ്പം സ്ക്രീനിൽ വരുന്നേം ഒക്കെ. പക്ഷേ അത് വളരെ അപൂർവമായിട്ടാണ് അങ്ങനെ ഹാർഡ്വെയർ ഇഷ്യൂസ് വരുന്നത്. ഫോണിൻ്റെ പെർഫോമൻസ് ഒരല്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അങ്ങ് ഒത്തിരി അങ്ങ് ഡീഗ്രേഡ് ആവത്തില്ല. പക്ഷേ എന്നിരുന്നാലും ചെറിയ രീതിയിൽ മെമ്മറിയുടെ യൂസേജൊക്കെ കൂടാറുണ്ട്, ഇൻറ്റേർണൽ മെമ്മറി കൂടാറുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അക്കൗണ്ടുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം അത് സേഫ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ പറയുന്ന ആൻഡ്രോയിഡ് ഓരോ തവണ പുറത്തിറക്കുമ്പോഴും ഈ പറയുന്ന വൾനറബിലിറ്റീസിനെ ഓവർകം ചെയ്യാനുള്ള മെത്തേഡും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റം അപ്ഡേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ സ്പൈവെയർ ആപ്ലിക്കേഷൻസ് എന്തൊക്കെ ആയിക്കോട്ടെ, അതൊന്നല്ലെങ്കിൽ സാധാരണക്കാരന് എത്തുന്നത് മിക്കവാറും വാട്സപ്പ് ലിങ്ക് അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ഓഫർ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇന്ന ആൾ ഇന്ന ഒരു സ്കീം തന്നിട്ടുണ്ട്, ഇപ്പോൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാം, ആമസോണിൽ ഇത്ര രൂപ ഓഫ് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടാണ് പൊതുവെ അങ്ങനെ ഒരു വൾനറബിലിറ്റിയിലേക്ക് പോകുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും തുടങ്ങും. എന്നാൽ നമ്മുടെ ഈ സിനിമയിൽ പറയുന്ന പെരിസ്കോപ്പ് അഥവാ നമുക്ക് പെഗാസസ് എന്ന് തന്നെ പറയാം, ഇത് തികച്ചും വ്യത്യസ്തമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. ഇവൻ ചില്ലറക്കാരനല്ല. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ക്ലിക്ക് പോലും വേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അതായത് റിമോട്ടായിട്ട് ഒരു മിസ്ഡ് കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് റിങ് ചെയ്യുവാണെങ്കിൽ തന്നെ അത് കയറി ഇൻഫെക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക, നമ്മൾ യൂസറിൻ്റെ ഒരു ക്ലിക്ക് പോലും ഇല്ലാതെ അത് ജസ്റ്റ് ഡിസ്പ്ലേ വരുന്നതിന് മുമ്പ് മെമ്മറിയിലെത്തുന്ന ആ ഒരു ഫേസിൽ തന്നെ സിസ്റ്റത്തിലേക്ക് ഇൻഫെക്റ്റ് ചെയ്യുവാണ്. അതാണ് പെഗാസസിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഹൈലൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇത് തന്നെയല്ല, ഇത് അത്ര എളുപ്പമൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മുടെ സിസ്റ്റത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒന്നും അറിയത്തില്ല. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വിവരങ്ങൾ ഇങ്ങനെ ചോർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു യൂസറിൻ്റെ അനുമതി പോലും ഇല്ലാതെ ഒരു സിസ്റ്റത്തിലേക്ക് നുഴഞ്ഞു കയറുന്നതിനാണ് സീറോ ക്ലിക്ക് എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്. അതായത് ക്ലിക്ക് പോലും അവിടെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇത്തരം ഹൈലി റിസ്ക് ഉള്ള പ്രോഗ്രാംസിൻ്റെ ഒരു പ്രത്യേകത നോക്കുവാണെങ്കിൽ അതിന് നമ്മൾ ഈ പാറ്റേണുകൾ അല്ലെങ്കിൽ യൂസർ അടിക്കുന്ന ഫിംഗർ പ്രിൻറ്റ് ഇതൊക്കെ ഹാർഡ്വെയർ ലെവലിൽ നിന്നുകൊണ്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് മൊഡ്യൂളിന് ഒരു ഹെക്സ് കോഡ് അങ്ങ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് മൊഡ്യൂൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മൾ കൈവയ്ക്കുമ്പോൾ ആ കോഡിങ് തിരിച്ചു തരും. എല്ലാ സെൻസറുകളും അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. മൈക്രോ കൺട്രോളറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ കോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചുകൊണ്ടിരിക്കും. നീ റെഡിയാണോ, അടുത്ത ഡാറ്റ അയക്കട്ടെ, ബിസിയാണോ, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ മിമിക് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രോഗ്രാം അവിടെ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആക്സസ് നേടാൻ റൂട്ടിൻ്റെ പെർമിഷൻ ഒന്നും വേണ്ടി വരില്ല. ഇതിനെല്ലാം പുറമെ മറ്റൊരു ലൂപ്പ് ഹോളാണ് നമ്മുടെ പാറ്റേണുകൾ. നമ്മൾ വിചാരിക്കും പാറ്റേൺ അത് ആര് കാണാനാ, അല്ലെങ്കിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണല്ലോ നമ്മൾ വരയ്ക്കുന്നത്. പക്ഷേ നമ്മൾ ഈ വരയ്ക്കുന്നതിൻ്റെ സ്പീഡ്, നമ്മുടെ ആ ഫിംഗറിൻ്റെ പൊസിഷൻ, അപ്പോൾ നമ്മുടെ ഈ ഡിസ്പ്ലേയിൽ അത് എത്ര നേരം നമ്മളത് കൈവയ്ക്കുന്നു, ഇതെല്ലാം ഒരു ഫോട്ടോ എന്നുള്ള രീതിയിൽ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ക്യാപ്ചർ ചെയ്യും. അപ്പോൾ തന്നെ ആ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് സിസ്റ്റത്തിൻ്റെ പല സെറ്റിങ്സിലേക്കും അതിന് കയറാൻ സാധിക്കും. അപ്പോൾ കോടികൾ വിലമതിക്കുന്ന ഇത്തരം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്പൈ സോഫ്റ്റ്വെയറുകൾ സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലെയുള്ള പതിൻ്റെ പാവങ്ങളെ
ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ല. അതൊരിക്കലും അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് ലാഭമില്ല. ഇത് പ്രധാനമായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത് വളരെ ഉന്നത പദവിയിലിരിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് വ്യവസായ പ്രമുഖർ, ഗവൺമെൻറ് എംപ്ലോയീസ്, അല്ലെങ്കിൽ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നീക്കം നടത്തുന്ന ആൾക്കാർ. അപ്പോൾ ഇവരൊക്കെ ടാർഗറ്റ് ചെയ്യാനും ഇവരുടെ മൂവ്മെൻറ്റ് മനസ്സിലാക്കുന്നത് വഴി തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ചോർത്തിയെടുക്കാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ളവർ ആകെ ഒരു കാര്യം ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ഫോൺ കോൾ വന്നെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വന്നെന്ന് വിചാരിച്ചോ അത്ര പെട്ടെന്ന് നമ്മുടെ ഫോണിലെ ഒരു ഡാറ്റ എക്സ്പ്ലോയിറ്റ് ആയിട്ട് അത് ആ ഒരു ഡേഞ്ചർ ലെവലിലേക്ക് പോകത്തില്ല. പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ക്ലിക്കിങ്ങിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന വഴിയൊക്കെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കുന്നത് ഈ ഗ്രൂപ്പുകളിൽ നിന്ന് ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജുകൾ അത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളതാണെങ്കിലും ക്ലിക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ പ്ലേ സ്റ്റോറിൽ നിന്നല്ലാതെ വേറെ ഒരു സ്റ്റോറിൽ നിന്നും, പ്രത്യേകിച്ച് പല സ്റ്റോറുകൾ നമുക്ക് കാണും, അതിൽ നിന്നും ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ചില ഗെയിമുകളായിക്കോട്ടെ അല്ലെങ്കിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിധത്തിലുള്ള ഒരു സ്പൈവെയർ ആയിരിക്കും. അപ്പം ആ ഒരു സംഗതി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വഴി നമ്മുടെ സിസ്റ്റത്തിൻ്റെ ശവക്കുഴി നമ്മൾ തന്നെ തോണ്ടുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മുൻകരുതൽ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഇനി രണ്ടാമത് നമ്മളെല്ലാവരും ചെയ്യുന്ന വലിയൊരു തെറ്റുണ്ട്. എന്താണെന്നറിയാമോ? ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഉടനെ സൈൻ ഇൻ വിത്ത് മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഒട്ടനെ കയറി നമ്മൾ അത് എഗ്രി കൊടുക്കും അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യും. നമ്മുടെ അക്കൗണ്ട് സൈൻ ഇൻ ആവും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ ആക്ടിവിറ്റി, നമ്മുടെ ഹിസ്റ്ററി, ഇതെല്ലാം അവർ ആക്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴി നമ്മുടെ ഈ അക്കൗണ്ട് ഹാക്ക് ചെയ്യാനും അതുവഴി ബാക്കി റൂട്ട് ആക്സസിലേക്ക് ഒരു ഗെയിൻ കിട്ടാനൊക്കെയുള്ള സാധ്യതകൾ നമ്മൾ തന്നെ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇനി അങ്ങനെ അത്ര നിർബന്ധമാണ് സൈൻ ഇൻ ചെയ്താൽ ഒരു സർവീസ് തരൂ എന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുക, ഒരു സെക്കൻഡറി മെയിൽ ഐ ഡി എപ്പോഴും ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. അത് റഫായിട്ട് യൂസ് ചെയ്യാൻ നമ്മുടെ പേഴ്സണൽ കോൺടാക്റ്റോ ഗൂഗിൾ ഫോട്ടോസോ ഒന്നും അതിനകത്തില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ ഒരു സംഗതി വെച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് എനിക്കെപ്പോഴും സംശയം തോന്നിയെന്ന് വെച്ചാൽ എൻ്റെ പ്രൈമറി അക്കൗണ്ട് ഞാൻ ഒരു തവണ ഇതുപോലെ തന്നെ ഒരു സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്തു. ചുമ്മാ ഒരു ക്യാൻവാസിൽ എന്തോ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഇമെയിൽ ഐ ഡി കൊടുത്താൽ, പക്ഷേ അടുത്ത ദിവസം ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ സിസ്റ്റത്തെ തന്നെ ഗൂഗിൾ സൈൻ ഔട്ട് ആക്കി എന്നെ. അപ്പോൾ കാര്യം അറിഞ്ഞ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആരാണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഗെയിൻ ചെയ്യാൻ വേണ്ടി, അതായത് ഈ പറഞ്ഞ ആക്സസ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് കാരണം ഗൂഗിൾ സ്വമേധയാ അങ്ങ് എക്സിറ്റ് ആയതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു സിംറ്റമാണ് നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഇത്. അപ്പോൾ തന്നെ നമ്മൾ പാസ്വേഡും എല്ലാം മാറ്റി 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ടായതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഇന്നത്തെ യുഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ക്രാക്കുകൾ, ഹാക്കുകൾ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷന് ഫുൾ വേർഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കുറുക്ക് പരിപാടികളുണ്ടെങ്കിൽ അത് നമ്മുടെ മെയിൻ സിസ്റ്റത്തെ നമ്മൾ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അത് ചെയ്താൽ പഠിക്കാനുള്ളൊരു സാധനമാണ്, അത് ഹാക്ക് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ വേർഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ ഒന്നും ഇടാത്ത ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ, പേഴ്സണൽ ഡേറ്റ ഇല്ലാത്ത ഒരു കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അത് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റ അത് ബാധിക്കത്തില്ല. ഇപ്പോൾ ഇറങ്ങുന്ന മാൽവെയറുകൾ മിക്കവരും നമ്മുടെ ഈ പേഴ്സണൽ ഡേറ്റകൾ കളക്ട് ചെയ്യാനും അതിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് പണം ചോദിക്കുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒന്നും വേണ്ട, നമ്മുടെ ഈ ലോൺ ആപ്പ് പല യുവാക്കളും കുടുങ്ങുന്ന ഒരു സംഗതിയാണ്. പെട്ടെന്ന് തന്നെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കുറഞ്ഞൊരു എമൗണ്ട്, 1000 10,000 ഒക്കെ നമ്മൾ കടം മേടിക്കും. പക്ഷേ നമ്മളെങ്ങാനും അത് തിരിച്ചടവ് ഒരല്പം വൈകിയെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചടയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ബുദ്ധിമുട്ട് വന്നെങ്കിലോ ഒട്ടനെ തന്നെ ഭീഷണി അവർ മുഴക്കും. നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ, അതായത് നിങ്ങളുടെ ഫോണിൻ്റെ അക്കൗണ്ടിൻ്റെ കോൺടാക്റ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്, അപ്പോൾ ഇന്ന മെസ്സേജ്, ചിലപ്പോൾ അശ്ലീല മെസ്സേജുകളായിരിക്കും, അത് പലർക്കും അങ്ങ് ഫോർവേഡ് ചെയ്യും. അപ്പോൾ നമ്മൾ പോലും അറിയാതെ എങ്ങനെ സംഭവിക്കുന്നു. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആപ്പുകളൊക്കെ ഈ റൂട്ടിൻ്റെ ആക്സസ് ഗെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് നിമിഷങ്ങൾ മതി. കാരണം ഇപ്പം നമ്മൾ ഈ പറയുന്ന വൾണറബിലിറ്റീസ് എല്ലാം അവർക്ക് ഒരുപക്ഷെ നേരത്തെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്, അതായത് ഡിജിറ്റൽ സിഗ്നേച്ചർ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഇത് നമ്മുടെ ഭാഗത്തുനിന്ന് അബദ്ധവശം ഉണ്ടായെങ്കിൽ പോലും നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നമ്മുടെ സിസ്റ്റത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പോപ്പപ്പുകൾ. അതായത് ഒരു ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ 100 ലിങ്ക് അപ്പുറത്തെ ടാബിൽ ഓപ്പൺ ആയിട്ടിരിക്കും. മൊബൈൽ ഫോൺ ആണെങ്കിലും ശരിയാണ്, അങ്ങനെ ഇത് സംഭവിക്കാറുണ്ട്. കുറേ പരസ്യങ്ങൾ അല്ലെങ്കിൽ ഒരു വീല് കറങ്ങുന്നത്, ഇതുമേലൊന്നും കയറി ക്ലിക്ക് ചെയ്യാതിരിക്കുക. അതുപോലെ നല്ല വെബ് ബ്രൗസറുകൾ, ഗൂഗിൾ ക്രോം പോലുള്ള ഉപയോഗിക്കുക. അപ്പം അതിനകത്തും ആഡ് ബ്ലോക്ക് പോലെയുള്ള പ്രത്യേക കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ എംബഡ് ചെയ്ത് വരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി അങ്ങനെ നമ്മൾ ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു സൈറ്റിൽ നമ്മൾ കയറുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ ക്ലോസ് ചെയ്ത് മെമ്മറി സഹിതം ക്ലിയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലാണെങ്കിൽ
ആൾട്ട് കൺട്രോൾ ഡിലീറ്റ് അടിച്ച് ടാസ്ക് മാനേജർ എടുക്കുക. അതിനകത്ത് സർവീസസും പ്രോസസ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സിനിമയിലും അത് കറക്റ്റ് കാണിക്കുന്നുണ്ട്. ഓൾട്ട് കൺട്രോൾ ഡിലീറ്റ് അടിച്ചിട്ട് ആ കമാൻഡ് പ്രോംപ്റ്റ് പോലെ ഒരു സംഗതി എവിടെ വരുന്നതും അതിനകത്ത് നിന്ന് കൃത്യമായിട്ട് അത് എവിടെ നിന്നാണ് എടുത്തതെന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഓൾട്ട് കൺട്രോൾ ഡിലീറ്റ് അടിക്കുമ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ മെമ്മറിയും CPU യൂസേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ വലിയൊരു അളവിൽ പോകുന്നുണ്ടെങ്കിൽ എന്തോ ഒരു സാധനം ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവുന്നുണ്ടെന്നുള്ള അന്നേരം തന്നെ അത് ക്വിറ്റ് ചെയ്യുക. യാതൊന്നും വിചാരിക്കേണ്ട. ജസ്റ്റ് അത് നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ക്വിറ്റ് ചെയ്തിടുക. നിങ്ങൾ എപ്പോഴും ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് സിസ്റ്റം സ്റ്റാർട്ടപ്പിലാണ് അത് കാണാറുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് മാൽവെയറിൻ്റെ കൊണ്ടുള്ള ശല്യങ്ങൾ ഒഴിവാക്കാനും നമുക്ക് അനാവശ്യമായിട്ട് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നുള്ള പേടി ഒഴിവാക്കാനും നല്ലതാണ്. പിന്നെ ദ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നമ്മുടെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റുകൾ, ഡാറ്റ, ഇതെല്ലാം നമ്മൾ നല്ലൊരു ക്ലൗഡ് സർവീസിൽ കംപ്രസ് ചെയ്ത ഒരു ഫോൾഡറിൽ സൂക്ഷിച്ച് വയ്ക്കുക. അത് വിൻഡ്രാവിനകത്ത് കയറി പാസ്വേഡ് ഇട്ടായാലും കുഴപ്പമില്ല, ഏറ്റവും നല്ലതാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് മെമ്മറി കാർഡോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കോ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു കാരണവശാൽ വൈറസ് അറ്റാക്ക് ഉണ്ടായി പോയി കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ബാക്കി എന്ത് ഭാഗങ്ങൾ പൊക്കോട്ടെ നമുക്ക് അത് തിരിച്ച് മേടിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഡാറ്റ പോയാൽ നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടുമോ? ഇല്ല. ഡാറ്റ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലപ്പെട്ടതാണ്. ഈ ഒരു സിനിമയിൽ മമ്മൂക്ക ചില രംഗങ്ങളും കാണിച്ചു തരുന്നുണ്ട് നമുക്ക്. പ്രത്യേകിച്ച് ഒരു ഫോൺ എടുത്തിട്ട് അതിനകത്ത് മൈക്രോഫോണിനകത്ത് തന്നെ ട്രാൻസ്മീറ്റർ എംബഡഡ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട്. അതുപോലെ പ്രത്യേക ചിപ്പുകളുണ്ട്. ഇതുവഴി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു. പക്ഷേ ഒരുപക്ഷെ അങ്ങനെയുള്ള ഫോണുകളൊന്നും ഇപ്പം നിലവിലില്ലായിരിക്കാം. പക്ഷേ ഒരുപക്ഷെ ഇറങ്ങിയേക്കാം. അല്ലെങ്കിൽ ചാരപ്രവർത്തനത്തിന് വേണ്ടി ആ കമ്പനി തന്നെ സ്പൈവർ കയറ്റി ചില ചൈനീസ് സെറ്റുകളെയാണ് അത് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഞാൻ ഇതിനകത്ത് കണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഫാസ്റ്റ് ഇടയ്ക്ക് പറയുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന എൻക്രിപ്ഷനോ സെർവറോ ഒക്കെ വരുന്നതിനെക്കാട്ടിലും മുമ്പ് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നു എന്നുള്ളത്. അതായത് അവർ തോപ്പിക്കുന്ന രീതിയിൽ ഹാം റേഡിയോ യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതായത് ഇൻ്റർനെറ്റ് യുഗത്തിലും ഇവർ ഇൻ്റർനെറ്റിൻ്റെ ആ ഒരു ഇടയിൽപ്പെടാതെ തന്നെ കമ്മ്യൂണിക്കേഷൻ നടത്തിയത്. അവിടെയാണ് ലാലേട്ടനും മമ്മൂക്കയും ആദ്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതൊരു വിഷ്വൽ ഇൻഡിക്കേഷനിലൂടെ ലൈറ്റിലൂടെ കാണിക്കുന്നതൊക്കെ വളരെ രസകരമായിട്ട് അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും എന്നെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ട് സിനിമയെക്കുറിച്ച് പറയാനുള്ളൂ. നിങ്ങളും പോയി കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ഈ സൂപ്പർ താരങ്ങൾ വെറുതെ മാസ് കാണിക്കാനും മാസ് ഡയലോഗ് അടിക്കാനും പഞ്ച് കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് ഇതുപോലുള്ള ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു മാധ്യമം കൂടിയാണ്. ലാലേട്ടൻ ഈ സിനിമയിൽ അടികൊണ്ട് പൊളയുന്നത് കണ്ട് നമ്മൾ വിഷമിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ആ ഒരു കഥാപാത്രം എന്തിനു വേണ്ടി നിലകൊണ്ടു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ സിനിമയുടെ ആഴം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തു തന്നെയായാലും ഈ ഒരു ടെക്നിക്കൽ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടെക്നിക്കൽ കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.